ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ കുരുമുളക്, ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത് നമുക്കിതിലേക്ക് ഇടാം. ഒന്ന് കഴുകിയിട്ട് ഇടാം. നമുക്കിത് ഇതിൽ കഴുകിയിട്ട് ഇടണം. പിന്നെ നമ്മളൊരു ലേശം സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക, ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ചും കൂടി വേണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. അപ്പം നമ്മൾ ഈ അരി ഒരു 30 മിനിറ്റ് നമ്മൾ കുതിർത്തി വെച്ചതാണ് കേട്ടോ, അരമണിക്കൂർ നേരം. എന്നിട്ട് വാരിയെടുത്ത അരിയാണ് ഇത് ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ വെള്ളം തിളച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അരി ചേർക്കുന്നത്. ഇതൊരു 3/4 വേവായാൽ മതി. നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. 3/4 വേവായ നമുക്കിത് വാർത്തെടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഊറ്റി വയ്ക്കാം. ഞാനിങ്ങനെ വാർത്തിടുക ചെയ്യുക. അപ്പം നമുക്കിത് വാർത്ത് നമുക്കിത് വാർത്തിടാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ഉരുളി വെച്ച് കൊടുക്കുക. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുറച്ച് നമുക്ക് സവാള വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് പച്ചമുളക് ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഒരു 2-3 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമേ ചേർക്കണുള്ളൂ.
നമ്മൾ 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഉപ്പ് ചേർക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടണം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതൊരു 2 പേർക്ക് കഴിക്കേണ്ട ബിരിയാണിയാണ് കേട്ടോ കാണിക്കണത്. നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കുറച്ച് മതി, ചിക്കൻ ഒന്ന് വേവണ വരെ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കളറിന് മാത്രം. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടീസ്പൂണ് തൈര് വെച്ച് കൊടുക്കുക. ലേശം മല്ലിയില ഇട്ട് കൊടുക്കുക. കറിയിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചോറിട്ട് കൊടുക്കാം. മുക്കാൽ വേവ് ആയിട്ടുള്ളൂ ഈ ചോറ്. രണ്ടാൾക്ക് നന്നായിട്ട് കഴിക്കാം കേട്ടോ. കുറേശ്ശെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2-3 ആൾക്ക് കഴിക്കുക. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവോള, കുറച്ച് മല്ലിയില, നമുക്ക് ഒരു ലേശം നെയ്യ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. നെയ്യ് ഉരുക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ ഉരുക്കാനൊന്നും നേരമില്ല. അതിൽ കിടന്ന് ഉരുക്കിക്കോളും. നമുക്കിത് അടച്ചു വെച്ച് തീ നന്നായി ചുരുക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്.
കുറച്ച് പ്ലേറ്റിലേക്ക് കാണിക്കാം. നമ്മുടെ ബിരിയാണി ഇതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഒറ്റയായിട്ട് വന്നിട്ടുണ്ട്. ഒരു മുട്ടയും കൂടി ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും.